IBS പോലുള്ള രോഗങ്ങളിൽ പ്രത്യേകിച്ച് വെയിറ്റ് കുറഞ്ഞു വരുമ്പോൾ അവരുടെ ശരീരഭാരം വളരെ പെട്ടെന്ന് കുറഞ്ഞു വരുന്നത് കാണാറുണ്ട്. അത് പരിഹരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കഴിക്കാവുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം. അതിൽ ഒന്നാമതായിട്ടുള്ളത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെ പഴുത്ത ഏത്തപ്പഴം കഴിക്കരുത്. ഇളം പഴുപ്പുള്ള ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദിവസം ഒരെണ്ണം കഴിച്ചാൽ മതി. അരഭാഗം രാവിലെയും അരഭാഗം വൈകിട്ടുമായിട്ട് കഴിക്കുക. അത് ദഹിക്കാനും എളുപ്പമായിരിക്കും. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ന്യൂട്രിയൻസ് ലഭിക്കും. മലബന്ധം അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടും. നമുക്ക് ശരീരഭാരം കൂട്ടാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ടുള്ളത് മുട്ടയുടെ വെള്ളയാണ്. നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. പക്ഷെ മുട്ട മുഴുവനായിട്ട് കഴിക്കരുത്. മുട്ടയുടെ വെള്ള, എഗ് വൈറ്റ് മാത്രമായിട്ട് കഴിക്കുക. ദിവസം 2 എണ്ണമൊക്കെ വെച്ച് കഴിക്കുക. പക്ഷെ 2 എണ്ണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ഒരെണ്ണവും വൈകിട്ട് ഒരെണ്ണമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ടുള്ളത് നേർന്ന മത്സ്യങ്ങളാണ്. നേർന്ന മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ കൊഴുവ, കിളിമീൻ പോലുള്ള മത്സ്യങ്ങൾ. ഇത് കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വറുത്തും പൊരിച്ചും കഴിക്കരുത്. ഒന്നല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ മീനിന്റെ പീര പോലെ വെച്ച് കഴിക്കുക. നേർന്ന മത്സ്യങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. വളരെ നെയ്യടങ്ങിയ മീനുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് വയറിന് പിന്നെയും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളുടെ കണ്ടീഷൻ വേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബെറ്റർ ഒരു നേർന്ന മത്സ്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അത് വറുത്ത് പൊരിച്ചും കഴിക്കാതിരിക്കുക. കറി വെച്ച് അല്ലെങ്കിൽ പീര വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ടുള്ളത് യോഗേർട്ടാണ്. യോഗേർട്ട് എങ്ങനെ ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ യോഗേർട്ടിൽ നല്ല രീതിയിൽ പ്രോബയോട്ടിക് ബാക്ടീരിയ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വയറിൻ്റെ ഉള്ളിൽ നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കുകയും നമ്മൾ കഴിക്കുന്ന ബാക്കി ആഹാരങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ ആഹാരങ്ങളായിക്കോട്ടെ, നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരങ്ങളായിക്കോട്ടെ, അത് ശരിയായ രീതിയിൽ ദഹിക്കുവാനും നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് ശരീരം കൃത്യമായി വലിച്ചെടുക്കുവാനും ഇത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ യോഗേർട്ട്, പ്രോബയോട്ടിക് അടങ്ങിയ യോഗേർട്ട് കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അഞ്ചാമതായിട്ടുള്ളത് ഗീ ആണ്, നെയ്യ്. ഇത് ഓവറായിട്ട് കഴിക്കരുത്. ദിവസം 1 സ്പൂണ് ഒന്നല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് IBS വളരെ കൂടി നിൽക്കുന്ന സമയമാണ്, ദിവസം 5-6 തവണയൊക്കെ വയറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ ഗീ കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ വളരെ ചെറിയ അളവിൽ കഴിച്ചു തുടങ്ങുക. എന്നിട്ട് നിങ്ങളുടെ വയറിന് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അളവ് കൂട്ടുക. എന്നാലും മാക്സിമം 1 സ്പൂൺ കഴിക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 5 തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് IBS പോലെ ഉണ്ടാകുന്ന വെയിറ്റ് ലോസ് പരിഹരിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്.